ആകാശവാണി. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലേഷ്യ സന്ദർശനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും പ്രാദേശിക ആഗോള സാഹചര്യങ്ങളിൽ നിരന്തരം മാറ്റങ്ങൾ ഉടലെടുക്കുന്ന വർത്തമാന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലേഷ്യ സന്ദർശനം ഇന്ത്യ മലേഷ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലെ സുപ്രധാന ചുവടുവയ്പായി കണക്കാക്കാം. വിശ്വാസം, കണക്ടിവിറ്റി, പ്രാദേശിക സ്ഥിരത എന്നിവയിൽ വേരൂന്നിയ ഭാവി പങ്കാളിത്തത്തിനായുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു സന്ദർശനം. മലേഷ്യയിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സ്ഥാപിക്കൽ, ക്വാലാലംപൂരിലെ മലയ സർവകലാശാലയിൽ ഒരു പ്രത്യേക തിരുവള്ളുവർ സെന്റർ സ്ഥാപിക്കൽ, മലേഷ്യൻ പൌരന്മാർക്കായി തിരുവള്ളുവർ സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തൽ എന്നീ പ്രഖ്യാപനങ്ങളാണ് സന്ദർശന വേളയിൽ പ്രധാനമായും ഉണ്ടായത്. പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ സന്ദർശനം ഇന്ത്യ മലേഷ്യ ബന്ധത്തിൽ ഒരു നിർണായക അധ്യായമായാണ് അടയാളപ്പെടുത്തേണ്ടത്. 1957 നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതു മുതൽ പരസ്പര ബഹുമാനത്തിലും പൊതുവായ മൂല്യങ്ങളിലും അധിഷ്ഠിതമായ പങ്കാളിത്തമാണ് ഇന്ത്യയും മലേഷ്യയും തുടർന്നു പോരുന്നത്. 2024 ഓഗസ്റ്റിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയത് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ 2026 ആദ്യ വിദേശ സന്ദർശനമാണിത്. ഫെബ്രുവരി 7 ക്വാലാലംപൂരിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ ഗംഭീര സ്വീകരണമാണ് നൽകിയത്. 800-ലധികം നർത്തകർ അണിനിരന്ന വർണ്ണാഭമായ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടുത്തിയുള്ള സ്വീകരണം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിൽ ദീർഘകാലമായുള്ള സൗഹൃദത്തെയും നാഗരിക ബന്ധത്തെയും വ്യക്തമാക്കുന്നു. തനിക്ക് അനുഭവവേദ്യമായ ഊഷ്മളമായ ആതിഥ്യ മര്യാദയും സ്വീകരണവും ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദത്തിന്റെ പ്രതിഫലനമാണെന്ന് ശ്രീ മോദി വിശേഷിപ്പിക്കുകയും ചെയ്തു. സന്ദർശനത്തിന്റെ ആദ്യ ദിനം ക്വാലാലംപൂരിൽ നടന്ന പൊതുപരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വംശജരുള്ള ലോകത്തിലെ 2ാമത്തെ രാജ്യമാണ് മലേഷ്യയെന്ന് അദ്ദേഹം പറഞ്ഞു. ക്വാലാലംപൂരിലും കൊച്ചിയിലും ഒരുപോലെ സുപരിചിതമായ റൊട്ടി ചന്നയും മലബാർ പൊറോട്ടയും തേങ്ങയും സുഗന്ധവ്യഞ്ജനങ്ങളും തെഹ്താരിക്കുമെല്ലാം നമ്മുടെ പൊതുവായ പാരമ്പര്യങ്ങളിലും രുചികളിലുമുള്ള സാംസ്കാരിക ഏകതയെ വിളിച്ചോതുന്നതായി ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. നിരവധി നൂറ്റാണ്ടുകളായി മലേഷ്യയിൽ ഉള്ള തമിഴ് പ്രവാസി സമൂഹത്തിന്റെ സംഭാവനകൾ ഏറെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ചരിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മലയ സർവകലാശാലയിൽ ഇന്ത്യ തിരുവള്ളുവർ ചെയർ സ്ഥാപിച്ചു. പൊതുപൈതൃകം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി തിരുവള്ളുവർ കേന്ദ്രം കൂടി സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. തമിഴ് ഈസ് ഇന്ത്യസ് ഗിഫ്റ്റ് ടു ദി വേൾഡ്. തമിഴ് ലിറ്ററേച്ചർ ഈസ് ഇറ്റർണൽ ആൻഡ് തമിഴ് കൾച്ചർ ഈസ് ഗ്ലോബൽ. ഇൻ ദി സെയിം വേ തമിഴ് പീപ്പിൾ ഹാവ് ആൾസോ served humanity with their talents. The members of the Tamil diaspora in Malaysia are serving the society in various fields. In fact, the Tamil diaspora has been here for many centuries. Inspired by this history, we are proud to have established the Tiruvalluvar chair in the University of Malaya. ഇന്ത്യൻ കമ്പനികൾ എല്ലായ്പ്പോഴും മലേഷ്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി ഇന്ത്യയുടെ UPI സംവിധാനം ഉടൻ മലേഷ്യയിലേക്ക് വരുമെന്നും പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വംശജരായ മലേഷ്യൻ പൌരന്മാർക്ക് 6ാം തലമുറ വരെ OCI കാർഡിന് യോഗ്യത നൽകാനുള്ള ചരിത്രപരമായ തീരുമാനം പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഇന്ത്യയിൽ പഠിക്കാൻ മലേഷ്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് തിരുവള്ളുവർ സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തുമെന്നും പ്രഖ്യാപിച്ചു. മലേഷ്യയിൽ ഉടൻ തുറക്കാനിരിക്കുന്ന പുതിയ കോൺസുലേറ്റിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. 2047 വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള യാത്രയിൽ പ്രവാസി ഇന്ത്യൻ സമൂഹം വിലപ്പെട്ട പങ്കാളികളാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സന്ദർശനത്തിന്റെ 2ാം ദിനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പെർദാന പുത്ര സമുച്ചയത്തിൽ മലേഷ്യൻ പ്രധാനമന്ത്രി ദത്തോ സെറി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക സ്വീകരണം നൽകി. തുടർന്ന് പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ ഔദ്യോഗിക വസതിയായ സെറി പെർദാനയിൽ പ്രതിനിധിതല ചർച്ചയും നടത്തി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, സമുദ്രം, സംശുദ്ധ ഊർജം, അടിസ്ഥാന സൗകര്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, ആയുർവേദം, വിനോദസഞ്ചാരം, സാംസ്കാരിക ബന്ധങ്ങൾ തുടങ്ങിയ മുൻഗണനാ മേഖലകൾ ഉൾപ്പെടെ ഉഭയകക്ഷി ബന്ധങ്ങളുടെ എല്ലാ വശങ്ങളും ഇരു നേതാക്കളും അവലോകനം ചെയ്തു. സെമി കണ്ടക്ടറുകൾ, നിർമ്മിത ബുദ്ധി തുടങ്ങിയ
വളർന്നുവരുന്ന മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തു. പാർലമെന്ററി സർവകലാശാലാ വിനിമയങ്ങളിലൂടെ യുവാക്കൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രീ മോദി ആഹ്വാനം ചെയ്തു. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കൂട്ടായ പ്രവർത്തനത്തിനും ധാരണയായി. वैश्विक अस्थिरता के इस माहौल में भारत और मलेशिया की बढ़ती मित्रता दोनों देशों के लिए अत्यंत महत्वपूर्ण है। हमारा साझा मत है कि आज के चैलेंजेस का समाधान करने के लिए ग्लोबल इंस्टीट्यूशंस का रिफॉर्म बहुत जरूरी है। हम शांति के सभी प्रयासों का समर्थन करते रहेंगे और आतंकवाद पर हमारा संदेश स्पष्ट है, नो डबल स्टैंडर्ड्स, नो कॉम्प्रोमाइज. ചർച്ചകളെ തുടർന്ന് ഡിജിറ്റൽ പണമിടപാടുകൾ, സുരക്ഷാ സഹകരണം, സെമി കണ്ടക്ടറുകൾ, ആരോഗ്യവും മരുന്നും, ദുരന്ത നിവാരണം, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, ഓഡിയോ വിഷ്വൽ സഹകരണം, സാങ്കേതിക തൊഴിൽ വിദ്യാഭ്യാസം, UN സമാധാന സേനയിലെ സഹകരണം, ഇന്ത്യൻ തൊഴിലാളികൾക്കുള്ള സാമൂഹ്യ സുരക്ഷ എന്നിവ ഉൾപ്പെടെ സുപ്രധാനമായ നിരവധി ഉഭയകക്ഷി കരാറുകൾ ഇരു രാജ്യങ്ങളും കൈമാറിയതായി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി പി കുമരൻ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നടന്ന 10ാമത് ഇന്ത്യ മലേഷ്യ CEO ഫോറത്തിന്റെ തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്ന രേഖ ഇരുപക്ഷവും അംഗീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. The two Prime Ministers reviewed bilateral cooperation across the full spectrum of our partnership, including trade, investments, defense, security, semiconductors, digital technologies, financial technologies, fintech, renewable energy, education, healthcare, culture, tourism, and people-to-people exchanges. They also had the opportunity to discuss key regional and global issues. This was followed by the exchange of bilateral agreements and MOUs. These include exchange of notes on cooperation in the area of semiconductors, health and medicine, security, and technical and vocational education. In addition, the MOU between Malaysia's Anti-Corruption Commission and India's Central Bureau of Investigation, CBI, on combating and preventing corruption was signed. We also had an MOU on cooperation in the field of disaster management, a memorandum of cooperation between Employees State Insurance Corporation, ESIC, in India and Perkeso in Malaysia on social security. And we also had an agreement on audiovisual cooperation, all of which were exchanged. The leaders also witnessed the exchange of letters on the renewal of the bilateral MOU on UN peacekeeping cooperation. Malaysia also handed over the instrument of its accession to the International Big Cats Alliance. സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ കണക്ടിവിറ്റി പ്രധാന ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വ്യോമ സമുദ്ര ഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാനും ധാരണയായി. ഇന്ത്യയുടെയും മലേഷ്യയുടെയും ആഭ്യന്തര നയങ്ങളെ മാനിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാര രംഗത്തും സഹകരണം ആഴത്തിലാക്കാൻ ഇരു നേതാക്കളും തമ്മിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായി. ജനതയുടെ ഭക്ഷ്യസുരക്ഷയും പോഷകാഹാര ആവശ്യങ്ങളും സംരക്ഷിക്കുന്നതിന് സുസ്ഥിരവും പ്രതിരോധശേഷിയുള്ളതുമായ വിതരണ ശൃംഖലകൾ ഉറപ്പാക്കാനും അംഗീകാരമായി. കാർഷിക ഉൽപാദനത്തിലും വ്യാപാരത്തിലും ഉണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ മനസ്സിലാക്കി അവ ലഘൂകരിക്കുന്നതിനായി സംയുക്ത നടപടികൾക്കും ഇരു നേതാക്കളും പ്രോത്സാഹനം നൽകി. സുസ്ഥിര പാം ഓയിലിന്റെ വിശ്വസനീയമായ വിതരണക്കാരായി മലേഷ്യ തുടരുമെന്ന പ്രതിജ്ഞാബദ്ധത പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ആവർത്തിച്ചു. ഇതിന്റെ ഭാഗമായി എണ്ണപ്പന കൃഷിയിൽ ആഴത്തിലുള്ള സഹകരണത്തിനും ധാരണയായി. കൂടാതെ പാമോയിൽ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത നിർമ്മാണം ഉൾപ്പെടെയുള്ള മൂല്യ ശൃംഖല വികസനത്തിൽ സഹകരിക്കാനും ഇരുപക്ഷവും സമ്മതിച്ചു. വിപണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യസമയത്ത് പരിഹാരം കാണുന്നതിനായി സംഘടിത ഇടപെടലുകൾ ആവശ്യമാണെന്നും ചർച്ച വിലയിരുത്തി. ഉഭയകക്ഷി സഹകരണത്തിന്റെ പ്രധാന സ്തംഭവും ഇന്ത്യയിലെയും മലേഷ്യയിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ചാലകശക്തിയും വിനോദസഞ്ചാര മേഖലയാണെന്ന് ഇരു നേതാക്കളും പറഞ്ഞു. വിസിറ്റ് മലേഷ്യ 2026 യജ്ഞത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തപ്പോൾ ഇൻക്രെഡിബിൾ ഇന്ത്യ വിനോദസഞ്ചാര പരിപാടിയെ മലേഷ്യ അഭിനന്ദിച്ചു. നിലവിലുള്ള വ്യോമഗതാഗത മാനദണ്ഡങ്ങൾ കൂടുതൽ വിപുലമാക്കണമെന്ന മലേഷ്യയുടെ ആവശ്യം പരിഗണിക്കാമെന്ന് ഇന്ത്യ അറിയിച്ചു. 2025 മലേഷ്യ ആസിയാൻ അധ്യക്ഷ പദവി വിജയകരമായി വഹിച്ചതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിനെ ഇന്ത്യയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യ മലേഷ്യ ബന്ധത്തിലെ നാഴികക്കല്ലായി വിലയിരുത്തപ്പെടുന്നതായി രാഷ്ട്രീയ നേതാക്കൾ, നയതന്ത്രജ്ഞർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരിൽ നിന്നുള്ള പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നു.
അയൽ രാജ്യങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക പങ്കാളി എന്ന നിലയിലുള്ള ഇന്ത്യയുടെ പങ്കിനെ വിദഗ്ധർ പ്രശംസിച്ചു. ഇന്ത്യൻ പ്രവാസികളുടെ ഊഷ്മളമായ പ്രതികരണവും ജനങ്ങൾക്കിടയിലെ ആഴത്തിലുള്ള ബന്ധത്തിന്റെ പ്രതീകമായി ശ്രദ്ധിക്കപ്പെട്ടു. നയതന്ത്ര വിദഗ്ധനും കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം പ്രൊഫസറുമായ ജോസ് കുട്ടി സി എബ്രഹാം ആകാശവാണിയോട് തീർത്തും സുതാര്യമായ എല്ലാ കാര്യങ്ങളിലും വളരെയധികം യോജിക്കുവാൻ കഴിയുന്ന ഒരു ബന്ധമാണ് നമുക്കുള്ളത്. ഇതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന പല പ്രധാനമന്ത്രിമാരും ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവരും വ്യവസായ പ്രമുഖരുമൊക്കെ ഇന്ത്യൻ വംശജരായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ബന്ധമല്ല ഇത്, മറിച്ച് നമ്മൾ കുറെ കാലമായി നമുക്ക് വളരെ സമഗ്രമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് മലേഷ്യയുമായിട്ടുണ്ട്. ആ ബന്ധം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഈ സന്ദർശനം. 11ഓളം പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഓഡിയോ വിഷ്വൽ അഗ്രിമെന്റുകൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹകരണങ്ങൾ, അഴിമതി ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ, ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ശ്രമങ്ങളിൽ കൂട്ടായി പ്രവർത്തിക്കാനുള്ള തീരുമാനം, ഇന്ന് ലോകത്ത് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന സെമി കണ്ടക്ടർ മേഖലയിലുള്ള സഹകരണം, അതുപോലെ തന്നെ നമ്മൾ മലേഷ്യയുമായി ചേർന്നുകൊണ്ട് വന്യജീവികളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്ചേഞ്ച്, സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും പരിശീലനവും നൽകുന്നത് സംബന്ധമായിട്ടുള്ള കരാറുകൾ, അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേകമായിട്ടുള്ള സുരക്ഷാ ഭീഷണികളെ കൂട്ടായി നേരിടുന്നതിനുള്ള സമീപനം, ആരോഗ്യരംഗത്തും ഉള്ള സഹകരണം, അതിനൊക്കെ അപ്പുറത്ത് ഇന്ത്യയും മലേഷ്യയും തമ്മിൽ വിവിധ കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് മീറ്റിംഗ്. അപ്പൊ അങ്ങനെ നമ്മൾ സമസ്ത മേഖലകളിലും മലേഷ്യയുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമായ രീതിയിൽ വരുത്തി തീർക്കുവാനും ഉള്ള ശ്രമമാണ് നടക്കുന്നത്. മലേഷ്യ ഉൾപ്പെടുന്ന പ്രദേശം എക്കാലത്തും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഒരു കാലത്ത് ഇന്ത്യക്ക് ഏറ്റവും അധികം സ്വാധീനമുണ്ടായിരുന്ന മേഖലയായിരുന്നു ഇത്. ഇന്ത്യയുടെ വലിയൊരു സാംസ്കാരിക പൈതൃകം ആ പ്രദേശത്തുണ്ട്. അതേസമയം ഈ പ്രദേശം ഉൾപ്പെടുന്ന ഇൻഡോ പസഫിക്കിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി ഇന്ത്യക്കുണ്ട്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ലോകത്തും ഈ പ്രദേശത്തും സമാധാനവും സ്ഥിരതയും സുരക്ഷയും സമ്പൽ സമൃദ്ധിയും ഉറപ്പാക്കുവാൻ കഴിയുന്ന ഒരു സന്ദർശനമായിരുന്നു. ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമായിട്ടുള്ള ഒരു ഉഭയകക്ഷി ബന്ധത്തിലേക്കും കരാറിലേക്കും സഹകരണത്തിലേക്കുമാണ് ഈ സന്ദർശനം വാതിൽ തുറന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഫെബ്രുവരി 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരികെ എത്തി. സന്ദർശനം ഇന്ത്യ മലേഷ്യ ബന്ധത്തിന് പുതിയ ഗതിവേഗം പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 2 ദിവസത്തെ സന്ദർശനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഇടപെടലുകൾ ദീർഘകാല സഹകരണത്തിലേക്ക് വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തിക കണക്ടിവിറ്റി, സുരക്ഷാ വിന്യാസം, സാങ്കേതിക പങ്കാളിത്തം എന്നിവ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രത്തെ കൂടുതൽ ബലപ്പെടുത്തും. ഇന്ത്യയുടെയും മലേഷ്യയുടെയും വിപുലീകൃത പങ്കാളിത്തം പ്രാദേശിക സഹകരണത്തിനായുള്ള ഒരു ബ്ലൂ പ്രിന്റായി കരുതാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലേഷ്യ സന്ദർശനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ. അവതരണം ബിന്ദു.